ചൈനീസ് സ്റ്റൈലിൽ വളരെ എളുപ്പത്തിൽ ചെമ്മീൻ കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു ചില്ലി ഹണി പ്രോൺസ് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ഒരു സ്നാക്സും ഒരു സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാവുന്നതാണ് ഈ ചില്ലി ഹണി പ്രോൺസ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും K4 കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 150 ഗ്രാം ക്ലീൻ ചെയ്ത ചെമ്മീൻ്റെ മീറ്റാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഈ കാണുന്ന പോലെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതേപോലെ ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, എരിവിന് കണക്കാക്കിയിട്ടുള്ള അല്പം പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും എല്ലാം ചെറുതായി അരിഞ്ഞത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 4 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു മുട്ടയും കൂടി പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് ഏകദേശം ഈ കാണുന്ന രീതിയിൽ നിങ്ങളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കാണുന്ന ഒരു തിക്നെസ്സിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇത് മിക്സ് ചെയ്ത ശേഷം ഒരല്പസമയം ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ളൊരു സോസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ചൂടായ പാനിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആണിരുന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇതേപോലെ തന്നെ ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് അതും ഒന്ന് ചേർത്തിട്ട് നല്ല ഗോൾഡൻ കളറാണിരുന്ന് വഴറ്റിയെടുക്കുക. നമ്മളുടെ സവാളയൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉണക്കമുളക് പൊടിച്ചതാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവും പുളി മധുരമുള്ളൊരു സോസാണ് നമ്മൾ തയ്യാറാക്കണത്. അപ്പോൾ നിങ്ങളുടെ എരിവിന് കണക്കാക്കിയിട്ടുള്ള മുളക് പൊടിച്ചതാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി അടുത്തായിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഹണിയാണ് ചേർക്കുന്നത്. ഹണിയുടെ ക്വാളിറ്റിയും സോസിൻ്റെ മധുരവും കൂടി ലഭിക്കാൻ കണക്കാക്കിയിട്ടുള്ള 1-2 ടേബിൾ സ്പൂൺ ഹണി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതേപോലെ തന്നെ പുളിക്കായിട്ട് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് 1-1.5 ചേർക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോസ് റെഡിയാണ്. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തായിട്ട് ഒരു കടായിൽ ഞാനിവിടെ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത ചെമ്മീൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഉരുളകളാക്കിയിട്ട് ഒരു മീഡിയം ചൂടിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ മാറ്റി വെക്കുന്ന സമയത്ത് ഇപ്പോൾ ചെമ്മീനിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഇറങ്ങിയിട്ട് ഈ മാവ് ലൂസാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഒരല്പം മൈദയും കോൺഫ്ലവറും കൂടി കൂടുതൽ ചേർത്തിട്ടൊന്ന് ടൈറ്റ് ചെയ്താലും മതിയാവും. എപ്പോഴും ചെമ്മീൻ വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ടാണ് നമ്മൾ ചോപ്പ് ചെയ്യണമെങ്കിൽ ഇത് പറഞ്ഞ അളവുകൾ കറക്റ്റാക്കി ചേർത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ ചെമ്മീൻ ബോളുകൾ ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് നല്ല ഹൈ ഹീറ്റിൽ ചെമ്മീൻ ബോളുകൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ലെന്ന് പറഞ്ഞാൽ ഈ ചെമ്മീൻ്റെ ബോളിലേക്ക് എണ്ണ കയറിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പുറത്തേക്ക് പോകാനും നല്ലോണം മുരിഞ്ഞ് കിട്ടാനുമാണ് നമ്മളിങ്ങനെ ഹൈ ഹീറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ ബോളെല്ലാം റെഡി ആയതുകൊണ്ട് നമുക്കൊരു ഗോൾഡൻ കളറായി കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് കോരിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് 2 രീതിയിലാണ് ഇന്ന് സെർവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ സ്നാക്സ് ആയിട്ടാണ് സെർവ് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ഒരു പ്ലേറ്റിലേക്ക് അല്പം സോസ് വെച്ച ശേഷം ഈ ചെമ്മീൻ ബോളുകൾ സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. അതേസമയം നിങ്ങളൊരു സൈഡ് ഡിഷായിട്ടാണ് സെർവ് ചെയ്യണമെങ്കിൽ ഇതേ ചെമ്മീൻ ബോളുകൾ ഈ കാണുന്ന പോലെ ഒന്ന് ആ സോസിലിട്ടൊന്ന് റാപ്പ് ചെയ്ത ശേഷം ഈ കാണുന്ന പോലെ നിങ്ങൾക്കൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. 2 രീതിയിലും നമ്മൾക്കിത് സെർവ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരേക്കും ഇസ് ബൈ ഫ്രം ടീം K4 കിച്ചൺ.